Alhamdulillahi Rabbil Alameen. As-salatu was-salamu ala Rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ബിസ്മില്ലാ. നമ്മളെ പരിശുദ്ധ ഖുർആനില് സൂറത്ത് ബക്കറയിലെ 275-ാമത്തെ ആയത്ത്, പലിശയെ കുറിച്ചുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس، ذلك بأنهم قالوا إنما البيع مثل الربا وحل الله البيع وحرم الربا، فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല. കച്ചവടവും പലിശ പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞതിന്റെ ഫലം അത്രേ അത്. എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ അള്ളാഹുവിന്റെ ഉപദേശം വന്നു കിട്ടിയിട്ട് വല്ലവനും പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയത് അവനുള്ളത് തന്നെ. അവന്റെ കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്രേ നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അപ്പം നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നല്ല കാര്യം നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. കുറച്ചു മുമ്പുള്ള ആയത്ത് തന്നെ 261-ാമത്തെ ആയത്തില് മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അല്ലെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാകുന്നു. അമ്പത്തത് സബ സനാബില അല്ലെ, അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഫി കുല്ലി സുംബുലത്തിൻ യഅ്തു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണി. വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം അല്ലെ. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയെ നൽകുന്നു. അള്ളാഹു വിപുലമായി കഴിവുള്ളവനും അറിയുന്നവനുമാകുന്നു. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗത്തില് നമ്മുടെ പണം അല്ലെ ചെലവഴിക്കാൻ പറ്റുന്ന മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കൃത്യമായ കണക്കില്ല, 700 ഇരട്ടി വരെ. അത് കൊടുക്കുന്നവരുടെ ഉദ്ദേശം നിയത്തനുസരിച്ചും പിന്നെ അവർ കൊടുക്കുന്നതനുസരിച്ചും അല്ലെ. ഇപ്പൊ നമ്മൾക്കറിയാം, ഒരു 100 രൂപ ഉള്ള ഒരാള് 50 രൂപ അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് പോലെ അല്ല 1000 രൂപ ഉള്ള ഒരാള് ഒരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ 2 വ്യത്യാസമുണ്ട്. അതുപോലെ നിയത്തനുസരിച്ച് അത് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. എന്നിട്ട് നമുക്ക് ഇവിടെ എന്താ പറയുന്നത്, ഇനി ഏറ്റവും മോശമായ കാര്യം, പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മോശമായ കാര്യത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അല്ലെ. അപ്പൊ ഈ ആയത്തില് പിശാചിനെ കുറിച്ച് പരാമർശിക്കുന്നു, പിശാച് വരുന്നുണ്ട് അല്ലെ. പിശാച് പല രീതിയിൽ നമ്മളെന്താ ആക്രമിക്കും, പല തരത്തിലായിരിക്കും, നമുക്ക് അറിയാൻ പറ്റൂല അല്ലെ. അതിൽ ഒരു രീതിയാണ് എന്താ, മനുഷ്യരിൽ കൊതി ഉണ്ടാക്കുക അല്ലെങ്കിൽ ആർത്തി അല്ലെ, പിന്നെ അത്യാഗ്രഹം ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ചുറ്റിനും ധാരാളം ഹലാലുണ്ടെങ്കിൽ എന്താ, ഒരു ഹറാമിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ് അല്ലെ പിശാച് കൊണ്ടെത്തിക്കുന്നത്. അത് തന്നെയാണ് ആദം അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാച് ഉപയോഗിച്ച തന്ത്രം. ചുറ്റും സൗകര്യം അല്ലെ, സുഖ സൗകര്യങ്ങളുടെ സ്വർഗത്തോപ്പിലാണ് ആദം അലൈഹിസ്സലാം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ട് ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ, വകുലാ മിൻഹ റാദൻ ഹൈസു ശിഅ്തുമാ. 2 പേരോടുമായിട്ട്, ഹവ്വ അലൈഹിസ്സലാമിനോ ആദം അലൈഹിസ്സലാമിനോട് 2 പേരോടായിട്ട് പറഞ്ഞാണ് എന്ത്, നിങ്ങൾക്ക് എവിടെ നിന്നും കഴിക്കാം അല്ലെ, എത്ര വേണമെങ്കിലും കഴിക്കാം, ഉദ്ദേശിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെ കഴിക്കാം. അതുപോലെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാം. പക്ഷെ ആ ഒരു വൃക്ഷത്തിലേക്ക് മാത്രം നിങ്ങൾ അടുത്തു പോകരുതെന്ന് പറഞ്ഞപ്പോ പിശാച് എന്ത് ചെയ്തു, പതിയെ ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വ ബീവിയുടെയും ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുപോയി, ആ ഒരു വൃക്ഷത്തിലേക്ക് കൊണ്ടുപോയി അല്ലെ. സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്, ഫദല്ലാഹുമാ ബിഗുറൂർ. അങ്ങനെ അവർ ഇരുവരെയും വഞ്ചനയിലൂടെ അവൻ പിന്നെ കൊണ്ടുപോയി അല്ലെ, അവരുടെ മേലെ വഞ്ചന നടത്തി. അപ്പം അവിടെ ഒരു ദല്ലാഹുമ അല്ലെ, ദൽബു എന്ന് പറഞ്ഞാൽ ബക്കറ്റിന് പറയാം അറബിയിൽ. അപ്പൊ ബക്കറ്റിൽ പണ്ട് കാലത്തൊക്കെ ബക്കറ്റിൽ എന്തെങ്കിലും ഭക്ഷണം ഇട്ടിട്ട് മൃഗങ്ങളെ
കെണി വെച്ച് പിടുത്തുകയാണ്. അവർ പതുക്കെ പതുക്കെ ഇങ്ങനെ ബക്കറ്റ് വലിച്ചിട്ട് ആ മൃഗങ്ങൾ പതുക്കെ ഇങ്ങനെ വരുമ്പോ അതിനെ പിടിക്കുന്നു. അതേപോലെ പതുക്കെ പതുക്കെ ഇങ്ങനെ എന്തു പിശാച് അവരെ വഞ്ചിച്ചു അല്ലെ, ആ ഒരു വൃക്ഷത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി. അതുപോലെ നമുക്കൊരു കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് നമ്മൾ ധാരാളം കളിപ്പാട്ടം കൊടുത്തിട്ട് നമ്മൾ പറയാണ് ഈ സ്വിച്ചിൽ തൊട്ട് കളിക്കരുത് പറഞ്ഞാല് എന്താ കുട്ടി എന്താ പറയാ കളിപ്പാട്ടങ്ങൾ ശ്രദ്ധിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും സ്വിച്ചിൽ ഇങ്ങനെ കളിക്കുന്നത്. അപ്പം ചുറ്റുമുള്ളതിലെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെന്താ നമ്മുടെ ശ്രദ്ധ തിരിക്കാതെ നമുക്ക് അള്ളാഹ് ഹറാമാക്കിയ അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ പിശാച് കൊണ്ടുപോവാണ് ചിലപ്പോൾ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഈ ഒരു ആർത്തിയാണ് അല്ലെ, കൊതിയാണ് മനുഷ്യന്മാരിൽ ഉണ്ടാക്കുന്നത്. അശൈത്വാനു യഅ്ദികുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ അല്ലെ. പിശാച് എന്താ ദാരിദ്ര്യത്തെ അവനിൽ ഉണ്ടാകും, പേടിപ്പിക്കും. ദാരിദ്ര്യത്തെ പറഞ്ഞ് ഭയം ഉണ്ടാക്കും, എന്നിട്ട് ഏറ്റവും മെച്ചമായ അല്ലെ അല്ലെങ്കിൽ നീചവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ ഇപ്പൊ നമുക്കറിയാം പലിശ വാങ്ങുന്നവർ എന്താ പറയുന്നത് അല്ലെ, ഇതൊന്നും ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല, ഓരോ ദിനവും വസ്തുക്കൾക്ക് അല്ലെങ്കിൽ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഇതൊന്നും ഉപയോഗിക്കാതെ ഇക്കാലത്തൊന്നും ജീവിക്കാൻ പറ്റൂല. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ സാധനത്തിന്റെ വിലയല്ല നാളെ ഉണ്ടാവുക, അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് അവർ പറയാ, അല്ലെ പിശാച് അവരെ കൊണ്ട് തോന്നിപ്പിക്കുക. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയതിന്റെ തുടക്കത്തിൽ തന്നെ എന്താ പറയുന്നത്, അല്ലദീന യകുലൂന റിബ അല്ലെ, പലിശ തിന്നുന്നവര്. അപ്പം സമ്പാദിക്കുക എന്നല്ല അള്ളാഹ് പറഞ്ഞിട്ടുള്ള അല്ലെ, പലിശ തിന്നുന്നവർ എന്നാണ് പറഞ്ഞത്. അപ്പം മോശമായ ഒരു മാന്യതയും ഇല്ലാത്തൊരു വാക്കാണ് അല്ലെ, അള്ളാന്റെ വെറുപ്പാണ് ആ കാണിക്കുന്നത്. നമുക്കറിയാം ഇതുപോലെ അനാഥകളുടെ സ്വത്ത് അല്ലെ അന്യായമായി തിന്നുക, അപ്പൊ അവിടെയൊക്കെ തിന്നുക എന്നുള്ളൊരു വാക്കാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇതേപോലെ അള്ളാന്റെ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തോടുള്ള ഒരു അതിലൊരു മാന്യതയും അല്ല കാണുന്നില്ല അല്ലെ. പിന്നെ ഇപ്പം ആയത്ത് തുടങ്ങുന്നത് തന്നെ അല്ലദീന യകുലൂന റിബ. ഇനി റിബ എന്ന് നമ്മൾ വാക്ക് നോക്കുകയാണെങ്കിൽ റബ എന്ന വാക്കിൽ നിന്നാണ് എന്ത് റിബ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. അപ്പൊ റബ എന്ന് പറഞ്ഞാൽ എന്താ, വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അധികമാക്കുക എന്നൊക്കെ അർത്ഥം. ഈ വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഈ സൂറത്തിൽ തന്നെ തൊട്ട് കുറച്ചു മുമ്പുള്ള ആയത്തില് വമസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർവാത്തില്ലാഹി വതസ്ബീത മിൻ അൻഫുസിഹിം കമസലി ജന്നത്തിൻ ബിറബുവത്തിൻ അല്ലേ. അപ്പൊ ഉയർന്ന തോട്ടം, ഉയർന്ന സ്ഥലത്ത് ചെയ്യുന്ന തോട്ടം, അതേപോലെ വർധനവ് എന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ അതാണ് ഈ വാക്കിന്റെ അർത്ഥം. പിന്നെ അവിടെ പറയുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ അല്ലെ, അള്ളാഹിന്റെ പ്രീതി തേടിക്കൊണ്ട് ധനം ചെലവഴിക്കുന്നവർ, അവർക്ക് എന്താ അവരുടെ ഉപമയാണ് പറയുന്നത് അല്ലെ. ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടം, അവിടെ ഒരു കനത്ത മഴ ലഭിക്കുകയാണെങ്കിൽ രണ്ടിരട്ടി കായ്കനികൾ ലഭിക്കും അല്ലെ. പിന്നെ ഇനി കനത്ത മഴയൊന്നും അല്ല, വെറും ചാറ്റൽ മഴ ആണ് കിട്ടുന്നതെങ്കിൽ പോലും അവിടെ നല്ലൊരു വിളവെടുപ്പുണ്ടാവും. പക്ഷെ ഇവിടെയും വർധനമാണ് സംഭവിക്കുന്നത്, പക്ഷെ അതുകൊണ്ടൊരു കാര്യവും ഇല്ല അല്ലെ. പിന്നെ നമ്മളൊരു 100 രൂപ ഇട്ടാൽ ചിലപ്പം അത് 6 മാസം കൊണ്ട് ചിലപ്പോ 1000 രൂപ ഇട്ടാൽ ചിലപ്പോ ഒരു 1200 ആവുമായിരിക്കും 6 മാസം കൊണ്ട്. പക്ഷെ ആ ഒരു വർദ്ധിച്ച പണം അല്ലെ, അതുകൊണ്ട് അയാൾക്ക് ഇഹലോകത്ത് എന്തെങ്കിലും നേട്ടം ലഭിച്ചാലും പക്ഷെ ഒരു പരലോകത്ത് അയാൾക്ക് ഒരു നേട്ടം അതുകൊണ്ട് സംഭവിക്കൂല അല്ലെ. പിന്നെ അത് മാത്രല്ല നമുക്കറിയാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ സ്വതക്കയുടെ വിഷയത്തിൽ തന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ 261 ആയത്തിന് ശേഷം നമ്മൾ പറയുന്നുണ്ട് അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദൻ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പം അള്ളാഹ് എപ്പോഴും മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മാത്രം പോരാ അല്ലെ, ഒരു കണ്ടീഷൻ കൂടി അള്ളാഹ് അവിടെ വെക്കുന്നുണ്ട്. അതിനെ തുടർന്ന് നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ കൊടുത്തത് എടുത്തു പറഞ്ഞ് അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ആ ഒരു കണ്ടീഷൻ കൂടി അള്ളാഹ് പറയുന്നുണ്ട് അല്ലെ. പിന്നെ അങ്ങനെ ചെയ്താൽ മാത്രമേ എന്താ അത് അള്ളാഹിന്റെ അടുത്ത് നമുക്ക് ഈ പറഞ്ഞ ഇരട്ടിയായിട്ട് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ഉദ്ദേശം തന്നെ ഇയാളെ കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവും നാളെ എന്ന് കരുതി നമ്മൾ കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പിന്നീട് നമ്മളെ അടുത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പറയും എത്ര വാരി കൊടുത്തിട്ട് എന്താ കാര്യം അല്ലെ, ഒരു നന്ദിയില്ല. ആ ഒരു ചിന്താഗതിയോട് കൂടിയാണെങ്കിൽ അതില് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവർ ആരാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവിശ്വാസികളാണല്ലേ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരായിട്ടുള്ള അവിശ്വാസികളെ പോലെയാണ് അവര്. അതും നമുക്ക് കാണാം അല്ലെ. പിന്നെ ഈ തൊട്ടടുത്ത ആയത്തുകളിലായിട്ട് തന്നെ പിന്നെ അവരെ കുറിച്ച് എന്താ പറയുന്നത്,
കല്ലദി യുൻഫിഖു മാലഹു റിയാ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സ്വൽദ ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അപ്പം അവര് അതിനെ ഉപമിക്കാവുന്നത് മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള ഒരു മിനുസമുള്ള പാറയോടാണ്. അപ്പൊ ആ ഒരു പാറയില് നല്ലൊരു കനത്ത മഴ പെയ്താൽ എന്താ, അല്ലെങ്കിൽ മഴ പെയ്താൽ തന്നെ അതെന്താ, ആ മണ്ണ് ഒലിച്ചു പോകും അല്ലെ. അപ്പൊ അവിടെ വെറും ആ ഒരു പാറയായിട്ട് മാത്രം അവശേഷിക്കും. അതുപോലെ അവർ അധ്വാനിച്ചത് അല്ലെങ്കിൽ അവർ കൊടുത്തതിന്റെ പേരിൽ അവർക്കൊന്നും ലഭിക്കാനില്ല, ഒരു പ്രതിഫലവും അതിന്റെ പേരിൽ അവർക്ക് ലഭിക്കൂല. പിന്നെ അവർക്ക് അല്ലെ ഒന്നും അവർക്ക് കരസ്ഥമാക്കാൻ പറ്റൂല. യഖ്ദിറൂന അലാ ഷൈഇൻ മിമ്മാ കസബു എന്നാ പറഞ്ഞ, അവർ ആ ഒരു സമ്പാദിച്ചതിന്റെ പേരിൽ അവർക്കൊന്നും ലഭിക്കാനില്ല. പിന്നെ അപ്പം ഇവിടെ എന്താണ്, ഇപ്പൊ ഇവിടെ അള്ളാഹ് ഈ നമ്മൾ പറഞ്ഞ പോലെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെ. പക്ഷെ നേരെ വിപരീതമാണ് പലിശയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ ചിത്രം അല്ലെ. എന്താ, അവര് ഒരു മാനസികമായിട്ടുള്ള ഒരു പരിഗണന ഉണ്ടാവില്ല അല്ലെ. പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവര്. പിന്നെ എത്രത്തോളം അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ കടബാധിതരാക്കുക അല്ലെ, ആത്മഹത്യയിലേക്ക് വരെ അവരെ നയിപ്പിക്കും. അതാണ് ഈ പലിശ അല്ലെ. അപ്പൊ നമ്മള് ഒരു ഭാഗത്ത് അള്ളാഹു അത്രയും മാനുഷികമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ ദയ, അവരോട് കാരുണ്യം കാണിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ പലിശ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള അവരെ മാക്സിമം ഉപദ്രവിക്കുന്ന രീതിയിലാണ് നമുക്ക്, അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇനി പറയുന്നത് അപ്പൊ ശരിക്കും ഇതൊരു പൈശാചികമായ മാർഗം തന്നെയാണ് അല്ലെ. ഇപ്പൊ നേരത്തെ നമ്മള് അള്ളാഹിന്റെ മാർഗത്തിലാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഇത് പലിശ എന്നുള്ളത് എന്താ, പിശാചിന്റെ മാർഗത്തിൽ ചെലവഴിക്കാന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇല്ല, അവരിങ്ങനെ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അവര് എങ്ങനെയാണ് എഴുന്നേൽക്കുക, പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ സമൂഹത്തിൽ വലിയ വീടുണ്ടാവും, വലിയ കാറുണ്ടാവും, ആധുനികമായിട്ടുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ലെ, ഏറ്റവും വിജയിച്ച ആളുകളാണ്, അവർക്ക് സമൂഹത്തിൽ വലിയ നിലയുണ്ട് വിലയുണ്ട് എന്നൊക്കെ നമ്മൾ കരുതൂല്ലേ. പക്ഷെ അള്ളാഹ് എന്താ പറയുന്നത്, അല്ല അല്ലെ. അവര് ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. അവര് പിശാച് ബാധിച്ച അല്ലെ, പിശാച് ബാധ ഏറ്റവൻ എഴുന്നേറ്റ് നിൽക്കുന്നവൻ പോലെ അല്ലാതെ എഴുന്നേറ്റ് നിൽക്കുകയില്ല അല്ലെ. കാരണം അപ്പൊ ഈ ഹബത എന്ന വാക്ക് ശക്തമായ രീതിയിൽ അടിക്കുന്നതിനാണ് പറയുന്നത്. അപ്പൊ ഒരു ആട്ടിടയൻ തന്റെ വടി ഉപയോഗിച്ചിട്ട് മരത്തിൽ ശക്തമായി അടിച്ച് ഇല വീഴ്ത്തുന്നതിന് അത് പറയും. അതുപോലെ നല്ല ദാഹവും വിശപ്പുള്ള ഒട്ടകം ശക്തമായ രീതിയിൽ നിലത്ത് ചവിട്ടുന്നത് അല്ലെങ്കിൽ നിലത്ത് മുട്ടുകുത്തുന്നതിന് ഈ ഹബത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം ശക്തമായ രീതിയിൽ അടിക്കാന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതേപോലെ മസ് എന്നുള്ള വാക്ക് എന്താ, സ്പർശനം അല്ലെ, മൃദുവായിട്ടുള്ള തൊടല്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഏറ്റവും ചെറിയ കോണ്ടാക്ട് അല്ലെങ്കിൽ മൃദു സ്പർശനം എന്ന് നമുക്ക് പറയാം, അതാണ് മസ്. അപ്പൊ ഈ രണ്ടും ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ അല്ലെ. മസ് എന്നുള്ള വാക്കും കാണാം, ഹബത്ത എന്നുള്ള വാക്ക്. ഹബത്ത എന്ന് പറഞ്ഞാൽ ശക്തമായ രീതിയിൽ അടിക്കുക, മസ് എന്ന് പറഞ്ഞാൽ മൃദുവായിട്ടുള്ള ഒരു മൃദുവായ സ്പർശനം. അപ്പം ഷെയ്ത്വാൻ ഇത് രണ്ടും നടത്തും അല്ലെ. എങ്ങനെയാണ്, ആദ്യം പതുക്കെ മസ് അല്ലെ, ചെറിയൊരു സ്പർശനം പോലെ മൃദുവായിട്ട് തൊട്ടിട്ട് പിന്നെ അത് പിന്നെ എന്തായിട്ടാണ് മാറുന്നത്, ഹബത്ത അല്ലെ, ശക്തമായിട്ടുള്ള അടിക്കുന്ന രീതിയിൽ. അതായത് അവർക്ക് എഴുന്നേറ്റ് നിൽക്കണം എന്ന് ആഗ്രഹിച്ചാൽ പോലും എന്താ, പിശാച് ശക്തമായി അടിക്കും അല്ലെ. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂല. പിന്നെ നമുക്കറിയാം അറബിയില് ഭ്രാന്തിനെ മജ്നു അല്ലെ, ജിന്നുബാധ ഏറ്റവെന്ന് പറയാറുണ്ടല്ലോ. അല്ലെങ്കിൽ ഭ്രാന്തിന്റെ മജ്നൂൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ നമുക്കറിയാം അവർ ചെയ്യുന്നത് അവർക്ക് അറിയുന്നില്ല. അതുപോലെ അവർ നിമിത്തം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടാവുന്നെന്നും അവർക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ, അവരത് ബോധവോടല്ല. പിന്നെ എന്തൊക്കെയാണ് അവർ നിമിത്തം മറ്റുള്ളവർക്ക് നാശം ഉണ്ടാവുന്നതെന്ന് അവരറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ പലിശ വാങ്ങുന്നവർ തന്റെ പണക്കുതി നിമിത്തം അല്ലെ, എത്ര ജീവിതങ്ങളാണ് അവര് ചവിട്ടി മതിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. പിന്നെ
അതുപോലെ സമൂഹത്തിലെ എല്ലാ തിന്മകളും ഈ പലിശ കാരണം സംഭവിക്കും അല്ലെ. അത് ഈ പറഞ്ഞ പോലെ ആത്മഹത്യ, കൊലപാതകം, വ്യഭിചാരം, ഇതെല്ലാം സമൂഹത്തില് അതിനെ തുടർച്ചയായിട്ട് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ അടുത്തുള്ള ആ ഒരു കൂട്ടക്കൊല വരെ സംഭവിച്ചതിന്റെ കാരണം പലിശയാണ് ആ ഒരു പിതാവ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും മോശം വെട്ട കാര്യങ്ങൾ വരെ സമൂഹത്തില് നടമാടും. പിന്നെ ഒരു സെക്കൻഡ്. അപ്പൊ അവര് അത് തീരെ ശ്രദ്ധിക്കൂല. എന്താണ് തങ്ങള് നിമിത്തം അല്ലെ മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് അവര് ഒരിക്കലും അവരുടെ ഭാവി മറ്റുള്ളവരെ കുറിച്ച് അവര് ചിന്തിക്കുകയില്ല. ഇപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ പലിശ വാങ്ങുന്ന ആൾക്കാർ അതുപോലെ പലിശക്ക് വാങ്ങുമല്ലോ ചിലരുടെ. അപ്പൊ അവരെന്ത് ചെയ്യും, ആ ഒരു അവധി കഴിഞ്ഞാൽ ഈ പലിശ വാങ്ങിയവരുടെ അടുത്ത് അല്ലെ, പിന്നെ അപ്പൊ പണം വാങ്ങിയവരുടെ അടുത്ത് വന്നിട്ട് പണം പിരിക്കാൻ വരുവാ. പണം കിട്ടിയില്ലെങ്കിൽ അവര് മാക്സിമം ഉപദ്രവിക്കും അല്ലെ. പിന്നെ വീട്ടുകാരെ ഉപദ്രവിക്കും, ഭീഷണിപ്പെടുത്തും, പിന്നെ വീട്ടുപകരണങ്ങൾ അടിച്ച് തകർക്കും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബാങ്ക് വഴിയാണ്, ഒരു നോട്ടീസ് അങ്ങോട്ട് ഇടും അല്ലെ. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത് ഈ പലിശ എന്ന് പറഞ്ഞത്. എന്നിട്ട് അവര് പറയുന്നത് ഒരു റീസൺ പറയുന്നുണ്ട്. എന്താ, പലിശ എന്നുള്ളത് കച്ചവടം ഒരുപോലെയല്ലേ അല്ലെ. അവര് അങ്ങനെ പറയുന്നത് ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ അല്ലെ. കച്ചവടം ഹലാലാവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പലിശ ഹറാമാവുക? പിന്നെ കച്ചവടത്തിൽ ലാഭം കിട്ടുന്നില്ലേ, അപ്പം അതും പലിശ പോലെ തന്നെയാണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ കച്ചവടത്തിൽ നമുക്കറിയാം അധ്വാനം ഉണ്ട് അല്ലെ, ഒരു വ്യക്തിയുടെ അധ്വാനം ഉണ്ട്, പിന്നെ സമയം ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല കച്ചവടം എന്ന് പറയുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. പക്ഷെ പലിശ നോക്കുമ്പോഴോ പലിശയിൽ ഒരിക്കലും അധ്വാനം വേണ്ട അല്ലെ, അധ്വാനവും വേണ്ട, സമയവും അതിനുവേണ്ടി കളയേണ്ട ആവശ്യമില്ല. പിന്നെ നഷ്ടം ഉണ്ടാവോ? നഷ്ടം ഉണ്ടാവൂല, മുഴുവൻ ലാഭമായിരിക്കും അല്ലെ. അപ്പൊ ഈ പലിശയും കച്ചവടം ഒരിക്കലും എന്താ താരതമ്യപ്പെടുത്താനേ പാടില്ല. ഇനി അതൊക്കെ പോട്ടെ, അള്ളാഹ് എന്താ പറഞ്ഞത്? വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹ് എന്ത് ചെയ്തു? അള്ളാഹ് കച്ചവടത്തെ ഹലാലാക്കി അല്ലെ, അതേ സമയത്ത് പലിശയെ ഹറാമാക്കുകയും ചെയ്തു. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഇതന്നെ, ഈ ഒരു റീസൺ തന്നെ. അള്ളാഹ് കച്ചവടത്തെ ഹലാലാക്കി, പലിശയെ ഹറാമാക്കി. അള്ളാഹ് ഒരു കാര്യം ഹലാലാക്കുന്നുണ്ടെങ്കിൽ അതിൽ മുഴുവൻ നന്മയായിരിക്കും ഉണ്ടാവുക അല്ലെ. നമുക്ക് മനുഷ്യന് മുഴുവൻ നമ്മൾ എവിടെ അതിൽ നോക്കുകയാണെങ്കിൽ മുഴുവൻ നന്മയായിരിക്കും ഉണ്ടാവുക. അതേസമയത്ത് ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു നന്മ ഉണ്ടാവൂല. അള്ളാഹ് ഹറാമാക്കിയ കാര്യം തന്നെ, പക്ഷെ അത് മനുഷ്യന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലൊരു നന്മ ഉണ്ടാവില്ല. നമുക്കറിയാം ലഹരി അല്ലെ, ലഹരി, കള്ള്, അതുപോലെ പന്നിമാംസം അള്ളാഹ് ഹറാമാക്കി, പക്ഷെ അത് ഉപയോഗിക്കുന്നത് മൂലം പലതരത്തിലുള്ള മാരകമായ അസുഖങ്ങളും പിന്നെ അത്രയും മോശപ്പെട്ട മാംസാന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് മനസ്സിലാക്കണം. അത് നമുക്കൊരു കാര്യം നമുക്കൊരു നന്മ ഉണ്ടാക്കുന്നതേ അള്ളാഹ്, നന്മ ഉണ്ടാക്കാത്ത കാര്യം അള്ളാഹ് നമുക്ക് ഹലാലാക്കി തരൂല. അതില് മുഴുവൻ നമുക്ക് ദോഷം ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ അതേപോലെ കച്ചവടം അള്ളാഹ് ഹലാലാക്കുന്ന സമയത്ത് അതുമൂലം ആ ഒരു വ്യക്തി ധാരാളം ലാഭങ്ങൾ കൊയ്താലും അതിൽ തെറ്റില്ല അല്ലെ. ഹലാലായ മാർഗത്തിലാണ് അവർ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും തെറ്റാൻ നമുക്ക് പറയാൻ പറ്റൂല. പിന്നെ ഒരു ഹോട്ടൽ ഉടമസ്ഥനായിട്ടുള്ള ഒരാൾ ധാരാളം ഹോട്ടല് പിന്നെ അയാള് പിന്നീട് അതിൽ നിന്ന് വളർന്ന് കുറെ ഹോട്ടലിന്റെ ഉടമസ്ഥനായിട്ടുണ്ടെങ്കിൽ അത് ഹലാലായ മാർഗത്തിലൂടെയാണ് അയാളത് സമ്പാദിച്ചതെങ്കിൽ അതിൽ തെറ്റില്ല. അതുമൂലം കുറെ പേർക്ക് ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് അല്ലെ. അപ്പം പിന്നെ ഇപ്പൊ കച്ചവടം എന്താണ്, അള്ളാഹ് അത് ഹലാലാക്കിയതാണ്, പക്ഷെ പലിശ ഹറാമാക്കിയതും. പിന്നെ ഇനി എന്താ അള്ളാഹ് പറയുന്നത്? ഫമൻ ജാഅഹു മൗഇളത്തും മിർ റബ്ബിഹി ഫൻതഹ ഫലഹു മാ സലഫ വഅംറുഹു ഇലല്ലാഹ് അല്ലെ. ഇപ്പൊ മുമ്പ് ഈ ഒരു കൽപ്പന വന്നപ്പോൾ പലരും മുമ്പ് ഈ പലിശ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവര് മുമ്പ് ചെയ്തതിന്റെ പേരിൽ അത് അവർക്ക് ഉപയോഗിക്കാം, ആ പണം തിരികെ നൽകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇനി മുതൽ പിന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, അതിൽ നിന്ന് വിരമിക്കണം. പിന്നെ ഇനി ആരെങ്കിലും വീണ്ടും ആ പഴയതുപോലെ ആ പലിശ ഇടപാടുകളിലേക്ക് മടങ്ങുകയാണെങ്കിൽ അവര് നരകാവകാശികളാണെന്ന് അള്ളാഹ് തീർത്ത് പറയാണ് അല്ലെ. എന്നിട്ട് അള്ളാഹ് തുടർന്ന് പറയാണ് യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും അല്ലെ. പിന്നെ പലിശ നമ്മുടെ മുന്നിൽ അത് വർധനമാണെങ്കിലും അത് ക്ഷയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അതിലൊരു വർധനവും ഇല്ല.
പിന്നെ അതേ സമയത്ത് ദാനധർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പലിശയെ കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു ആയത്തില് അത്രയാണ് പറയുന്നത്. പിന്നെ സൂറത്ത് ആലിമ്രാനില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ നിങ്ങൾ ഇരട്ടി ഇരട്ടി പലിശ തിന്നാതിരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം. അതുപോലെ പിന്നെ നമുക്കറിയാം മറ്റുള്ള ഹറാമാക്കിയ കാര്യങ്ങൾ അല്ലെ, വ്യഭിചാരം അതുപോലെ മദ്യപാനം അള്ളാഹ് കൽപ്പിച്ചപ്പോ അത് നമുക്ക് ഉൾക്കൊണ്ട് മാറി നിൽക്കാൻ ഒരുവിധം വിശ്വാസികൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ പലിശയെ സംബന്ധിച്ച് പലരും പല പണ്ഡിതന്മാരടക്കം അല്ലെങ്കിൽ നല്ല വിവരമുള്ള ആളുകളടക്കം എന്താണ് അതിന് നിസ്സാരമായിട്ടാണ്, അത്രത്തോളം പലിശയെ വ്യഭിചാരത്തെയും അതേപോലെ മദ്യപാനത്തെയും കാണുന്ന രീതിയിലല്ല പലരും പലിശയെ കാണുന്നത് അല്ലെ. അത് നിസ്സാരമായിട്ട് അവർ കരുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ എന്താ ഭക്ഷിക്കാനാ അല്ലെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക, നിങ്ങൾ മാത്രമാണ് അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അല്ലെ. പിന്നെ അതുപോലെ ഒരു ഹദീസില് അബൂ ബർസയിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് ഒരു അടിമയും തന്റെ ഇരുപാദങ്ങൾ നീക്കുകയില്ല അല്ലെ. അതിൽ ഒന്നാമത് എന്താ, തന്റെ ആയുസ് എന്തിലാണ് വിനിയോഗിച്ചത്. രണ്ടാമത് തന്റെ അറിവ് കൊണ്ട് താൻ എന്താണ് പ്രവർത്തിച്ചത്. പിന്നെ മൂന്നാമത് തന്റെ സമ്പത്ത് അല്ലെ, അതാണ് നമ്മുടെ വിഷയം. തന്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചതെന്ന്, അല്ലെങ്കിൽ എന്തിനാണ് ചെലവഴിച്ചതെന്ന്, തന്റെ ശരീരം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്, 4ാമത്തെ കാര്യം. അപ്പൊ ഈ 4 കാര്യങ്ങളെ കൂടി ചോദ്യം ചെയ്യപ്പെടാതെ പിന്നെ ഒരു ആളും മുന്നോട്ട് കടക്കൂല അല്ലെ. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ സമ്പാദ്യം എന്താ, പരിപൂർണമായിട്ടും ഹലാലായ മാർഗത്തിൽ കൂടെ തന്നെ ആയിരിക്കണം. അത് ചെറുതായാലും അല്ലെ വലുതാണെങ്കിലും എന്താണ് പലിശ, അത് നഷ്ടമാണ് അല്ലെ. ദുനിയാവിലും നഷ്ടമാണ്, ആഖിറത്തിലും നഷ്ടമാണ്. പിന്നെ അതുപോലെ കഴിഞ്ഞുപോയ സമൂഹങ്ങളിലും പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. സൂറത്ത് നിസായിൽ പറയുന്നുണ്ട് 160, 161 ആയത്തില്, അങ്ങനെ യഹൂദ മതം സ്വീകരിച്ചവരുടെ അക്രമം കാരണമായി അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന പല നല്ല വസ്തുക്കളും നാം അവർക്ക് നിഷിദ്ധമാക്കി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ ധാരാളമായി തടഞ്ഞുകൊണ്ടും പിന്നെ പലിശ അവർക്ക് നിരോധിക്കപ്പെട്ടതായിട്ടും അവർ വാങ്ങിയതുകൊണ്ടും ജനങ്ങളുടെ സ്വത്തുക്കൾ അവർ അന്യായമായി തിന്നതുകൊണ്ടും കൂടിയാണ് അത് നിഷിദ്ധമാക്കപ്പെട്ടത്. അവരിൽ നിന്നുള്ള സത്യനിഷേധികൾക്ക് നാം വേദനയേറെ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ യഹൂദരുടെ ഇടയിലും എന്താ പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, അവരത് പലിശ ഉപയോഗിച്ചു അല്ലെ. അതുപോലെ 7 നാശകരമായിട്ടുള്ള വൻ പാപങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഈ പലിശ വരുന്നുണ്ട് അല്ലെ. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ 7 നാശകരമായ പാപങ്ങളെ വെടിയുക. അവർ സഹാബികൾ ചോദിച്ചു, ഏതാണവ? അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, സിഹർ ചെയ്യൽ, അള്ളാഹുവിനെ നിഷിദ്ധമാക്കിയ ആത്മാക്കളെ അന്യായമായി കൊല്ലൽ, പലിശ ഭക്ഷിക്കൽ, അനാഥയുടെ ധനം തിന്നൽ, യുദ്ധത്തിൽ സൈന്യങ്ങൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ തിരിഞ്ഞോടൽ അല്ലെ. പിന്നെ 7ാമത്തത് വിശ്വാസികളും ചരിത്രവതികളുമായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയൽ. അപ്പം പലിശ വൻ പാപങ്ങളിൽ പെട്ടതാണ് അല്ലെ. അതുപോലെ വേറൊരു ഹദീസില് പറയുന്നുണ്ട്, നായയുടെയും രക്തത്തിന്റെയും വില വിരോധിച്ചിരിക്കുന്നു. അതുപോലെ പലിശ തിന്നുന്നതും പലിശ തീറ്റിക്കുന്നതും പച്ച കുത്തിക്കുന്നതും അവിടുന്ന് വിരോധിച്ചിരിക്കുന്നു. അപ്പൊ പലിശയുമായിട്ട് ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചിട്ടുണ്ട്. അത് പലിശ തിന്നുന്നവനും അത് തീറ്റിക്കുന്നവനെയും അത് എഴുതി വെക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. കാരണം അത് എല്ലാം അല്ലെ, അതിന് സാക്ഷികളായി നിൽക്കുന്ന ആളുകളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. കാരണം അത് ഹറാമാക്കിയ കാര്യത്തിന് കൂട്ടു നിൽക്കുക അല്ലെ. അപ്പൊ അതും ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. പിന്നെ അബ്ദുള്ള റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, പലിശ തിന്നുന്നവനെയും തീറ്റിപ്പിക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ അവരെല്ലാം ഒരുപോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലെ. അപ്പൊ അവര് തീറ്റിക്കുന്നവനും പിന്നെ തിന്നുന്നവനും അതിന് എഴുതി വെക്കുന്നവനും സാക്ഷി നിൽക്കുന്നവരൊക്കെ എന്താ, എല്ലാവരും ഒരുപോലെ തന്നെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ വ്യഭിചാരത്തെക്കാൾ വലിയ പാപമായിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ പല തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് പലിശ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഹൻദല റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന പലിശയുടെ ഒരു ദിർഹം പോലും 36 വ്യഭിചാരങ്ങളെക്കാൾ കഠിനമായ പാപമാണ്. അപ്പൊ അവിടെ പറഞ്ഞ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന പലിശയുടെ ഒരു ദിർഹം പോലും 36 വ്യഭിചാരങ്ങളെക്കാൾ കഠിനമായ പാപമാണെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ വ്യഭിചാരങ്ങളിൽ ഏറ്റവും മോശമായ, ഏറ്റവും നീചമായ ഒന്നാണ് ഒരാൾ തന്റെ മാതാവുമായിട്ട് വ്യഭിചരിക്കുന്നത്. പലിശയെ 70 ഇനങ്ങളാക്കി തിരിച്ചാൽ അതിലെ ഏറ്റവും നിസ്സാരമായ പലിശ പോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമാണ് അല്ലെ. അപ്പൊ അത്രയും ഗൗരവപ്പെട്ട വിഷയമായിട്ടാണ് പലിശയെ കുറിച്ച് പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും നമ്മള് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത് എന്താണ്, അതിൽ നിന്ന് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിട്ടു നിൽക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെ. പിന്നെ അതുപോലെ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെ ലോൺ എടുക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ. പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോ അവര് കൈ കിട്ടിയതൊക്കെ സ്വർണ്ണാണെങ്കിൽ സ്വർണം പണയം വെച്ച് വെക്കലും, പിന്നെ വീട് തന്നെ, ഇപ്പൊ എന്റെ അറിയുന്ന ഒരു ഫാമിലി തന്നെ കോടികൾ വില വരുന്ന ഒരു വീട് വാങ്ങിയിട്ട് അവര് ഇതാണ് ലോണിലാണ്, ലക്ഷങ്ങളാണ് ഒരു മാസം അവര് പലിശ അടിക്കുന്നത്. അപ്പം എന്നിട്ട് ഓടി നടന്ന് ജോലി ചെയ്യാണ്, ഡോക്ടർ ഫാമിലിയാണ്, പക്ഷെ ഓടി നടന്ന് അവര് ജോലി ചെയ്യുന്ന, എന്നാൽ പോലും എന്താ അത് അടയ്ക്കാൻ പറ്റുന്നില്ല അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ നമുക്ക് ഇങ്ങനെ ഒരു വലിയ വീട്, നമുക്ക് ജീവിക്കാൻ സൗകര്യമായിട്ടുള്ള ഒരു വീട് വേണം, അത് ശരി തന്നെ, പക്ഷെ അത് ബേസിക് ആയിട്ടുള്ള നീഡ്സ് അല്ലെ, ആ സൗകര്യം. അതിലും കൂടുതൽ ആഡംബരം കാണിച്ചിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയാണ് സമൂഹത്തിൽ ഒരു നിലയുണ്ടോ അല്ലെ, മറ്റുള്ള ആൾക്കാരെ കാണിക്കാനോ അവരൊരു വില വെക്കാനും വേണ്ടി തന്നെയാണല്ലോ ഇങ്ങനെയുള്ള ഒരു ആഡംബരം കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാർ ലോണൊക്കെ എടുത്തിട്ട് വീടുണ്ടാക്കുന്ന ഒരു ആവശ്യവും ഇല്ല അല്ലെ. പിന്നെ നമുക്കറിയാം അവരൊക്കെ എന്താ കരുതുന്നത് അല്ലെ, ഈ ജീവിതം എന്നുള്ളത് സ്ഥിരമാണെന്ന് കരുതുന്നോണ്ടാണോ എന്നറിയില്ല. പക്ഷെ നമുക്കറിയാം ഒരു യാത്രക്കാരനെ പോലെയാണ് നമ്മൾ ഈ ഇഹലോകത്തിലെ ദുനിയാവിൽ ജീവിക്കേണ്ടതെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, പക്ഷെ ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ ആഡംബരം കാണിക്കണ്ട അല്ലെ. ഇതേപോലെ പലിശക്കൊക്കെ പണം എടുത്തുകൊണ്ട് ഒരിക്കലും പിന്നെ അവരതിൽ നിന്ന് കരകയറൂല, അവരടിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. എത്ര കാലം കഴിയണം നമ്മുടെ ആ ഒരു യൗവനം നഷ്ടപ്പെടുത്തി, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി എന്തിനാണല്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നതെന്നും കൂടി ചിന്തിക്കാം. പിന്നെ അതുപോലെ ഈ സുഹൃത്ത് ബക്രയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അള്ളാഹ് റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരോട്. നമുക്ക് ആർക്കും അല്ലെ ഒരിക്കലും അള്ളഹാനോടും റസൂലിനോടും നമുക്ക് യുദ്ധം ചെയ്യണ്ട അല്ലെ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ആർക്കും യുദ്ധം ചെയ്യണ്ട. അപ്പൊ പലിശ ഉപയോഗിക്കുന്നവരെന്താ, അവര് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുക എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പിന്നെ ഇമാം മാലിക് റഹ്മത്തുള്ള പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ഞാൻ പരിശോധിച്ച് നോക്കി. മനുഷ്യൻ ഭുജിക്കാവുന്നതിൽ വെച്ച് പലിശയേക്കാൾ നികൃഷ്ടമായി മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം പലിശയുടെ വിഷയത്തിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഹജ്ജത്തുൽ വദായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, അറിയുക, ജാഹിലിയത്തിലെ മുഴുവൻ പലിശകളും ഒഴിവാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം ഉണ്ട്, നിങ്ങൾ അന്യായം ചെയ്യാൻ പാടില്ല, നിങ്ങളോട് അന്യായം ചെയ്യപ്പെടാനും പാടില്ല അല്ലെ. പിന്നെ അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിക്കപ്പെട്ട ആയത്തുകളിൽ പലിശയുടെ ആയത്തുകളാണുള്ളത്. പലിശയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരണങ്ങൾ നൽകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു. അതുകൊണ്ട് പലിശയാണെന്ന് കരുതുന്ന കാര്യങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കണം. പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ പലിശയെ പെരുപ്പിച്ചത് അവന്റെ പര്യവസാനം ഇല്ലായ്മയിലേക്ക് മടക്കുന്നതാണ് അല്ലെ. ആരാണ് പലിശ കൊണ്ട് നന്നായത് അവരുടെ പര്യവസാനം എന്താ, ഇല്ലായ്മയിലേക്കാണ് മടക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു, അള്ളാഹു പലിശയെ ക്ഷേപിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. കാരണം ദാനധർമ്മങ്ങൾ എപ്പോഴും
നമ്മള് ഇല്ല ഭാവിയിലെ കരുതിയിട്ടാണ് നമ്മൾ സത്യവിശ്വാസിയായിട്ടുള്ള ആളുകൾ എല്ലാവരും ദാനം ചെയ്യുന്നത് അല്ലെ, സ്വതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ജനങ്ങളുടെ തൃപ്തി ആഗ്രഹിക്കുന്നില്ല അല്ലെ. അപ്പൊ അവര് നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് കരുതിയിട്ടല്ല നമ്മൾ ഒരാൾക്ക് സ്വതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു ദാനങ്ങൾ അല്ലെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു മാനുഷികമായിട്ടുള്ള ഒരു പരിഗണനയും പലിശ വാങ്ങുന്നവര് അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അത് പൈശാചികമായിട്ടുള്ള സ്വഭാവങ്ങളാണ്. അത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്കും ശിക്ഷയ്ക്കും കാരണമായി തന്നെ തീരും. പലിശ കൊണ്ട് സമ്പത്ത് വളരുകയും ദാനധർമ്മങ്ങളിൽ അത് കുറയുകയും ചെയ്യുന്നതായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ്, മറിച്ചാണ് സംഭവിക്കുന്നത് അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വതക്ക നൽകുന്നതിലൂടെ സമ്പത്ത് കുറയുകയില്ല, അതിനാൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുക. പിന്നെ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള പലിശയാണ് കാണപ്പെടുന്നത്. ഒന്ന് കടവുമായി ബന്ധപ്പെട്ട പലിശ. ഇത് കടക്കാരന് അവധി നൽകപ്പെടുന്നതിന്റെ പേരിൽ ഈടാക്കുന്ന ആദായമാണ്. പിന്നെ ഒരു സാധനം അവധി വെച്ച് ഒരു സംഖ്യക്ക് വിറ്റ ശേഷം അത് വാങ്ങിയവൻ ആ അവധിക്ക് എന്താ വില തീർക്കാത്ത പക്ഷം വീണ്ടും അവധി നീട്ടിക്കൊടുക്കുകയും വിലയുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയും ചെയ്യും അല്ലെ. ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് പിന്നെ ആ ഒരു സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റിയില്ല, എന്താ വീണ്ടും സമയം നീട്ടിക്കൊടുത്തിട്ട് പിന്നെ അതിന്റെ ഒരു വില വർദ്ധിപ്പിക്കും അല്ലെ. അതുപോലെ ഇത്ര കാലത്തേക്ക് ഇന്ന തോതിൽ ആദായം കൂട്ടിത്തരണമെന്ന നിശ്ചയത്തോടെ കടം കൊടുക്കുക, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താ, കടത്തിന് ഒരു നിശ്ചിത അവധി വെക്കുകയും അന്ന് ഇത്ര സംഖ്യ കൂട്ടിത്തരണമെന്ന് നിശ്ചയിക്കുകയും ചെയ്യുക. ഇതിലെല്ലാം തന്നെ കടത്തിന് അവധി നൽകുന്നതിന്റെ പേരിലാണ് മൂല്യ സംഖ്യയേക്കാൾ വർധനവ് ഈടാക്കുന്നതെന്ന് വ്യക്തമാണ്. ഇന്ന് നിലവിലുള്ള എല്ലാ പലിശ ഇടപാടുകളും വിശകലനം ചെയ്യപ്പെട്ടാൽ ഭൂരിഭാഗം ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെ. നമ്മള് എന്തായാലും ഒരു അവധി വെച്ചിട്ട് നമുക്കത് പലർക്കും അത് ആ ഒരു അവധിക്ക് അത് തീർക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ ഇങ്ങനെ മാത്രമല്ല അവധി വെക്കുമ്പോ തന്നെ ഒരു സംഖ്യ അവർ ഈടാക്കുന്നതും ഉണ്ട്. പിന്നെ കടം നൽകുമ്പോഴോ നേരത്തെയുള്ള കടം ഒരാൾ തിരിച്ചടയ്ക്കാൻ വൈകുമ്പോഴോ അയാളിൽ നിന്ന് നിർബന്ധ പ്രകാരം കാലതാമസത്തിന് ബദലായി നൽകുന്ന വർധനവാണ് എന്ത്, പലിശ. സമുറബിനു ജുൻദബിൽ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, ഞാൻ മദീനയിൽ എത്തിയപ്പോൾ അബ്ദുല്ലാഹിബിന് സലാം റളിയല്ലാഹു അൻഹുവിനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പലിശ വ്യാപിച്ച ഒരു നാട്ടിലാണ് താങ്കൾ ഉള്ളത്. അതുകൊണ്ട് താങ്കൾക്ക് വല്ല വ്യക്തിയിൽ നിന്നും വല്ല കടവും കിട്ടാനുണ്ടെങ്കിൽ അവൻ നിനക്കൊരു ചുമട് വൈക്കോലോ അല്ലെങ്കിൽ ചുമട് ബാർലിയോ ഒരു ചുമട് കാല് തീറ്റയെ സമ്മാനിക്കുന്നുവെങ്കിൽ താങ്കൾ അത് സ്വീകരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അത് പലിശയാണ് അല്ലെ. അതായത് പലിശ വർദ്ധിച്ച ഒരു നാട്ടിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവരതിന് പകരം എന്തെങ്കിലും തരാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കരുത്. അതൊരു ചുമട് വൈക്കോലോ അല്ലെങ്കിൽ ചുമട് ബാലിയോ ആണെങ്കിൽ പോലും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ആരെങ്കിലും കടം കൊടുക്കുമ്പോൾ കടത്തിലൂടെ വല്ല ഉപകാരവും പ്രതീക്ഷിച്ചാൽ അത് പലിശയാണ്. പിന്നെ അതേ സമയത്ത് വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. നമ്മൾ കടം നൽകിയ ഒരു വ്യക്തി നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ സമ്മാനം എന്ന രീതിയിൽ അവരെന്തെങ്കിലും നൽകുകയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒരാൾ നമുക്ക് അത്യാവശ്യത്തിന് പണം കടം തന്ന് സഹായിക്കുമ്പോൾ അത് തിരികെ കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് കുറച്ച് കൂടുതൽ കൊടുക്കൽ സുന്നത്താണ്. പക്ഷെ ആ ഒരു കടം കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി അത് കരുതിയിട്ടല്ല കൊടുക്കേണ്ടത് കേട്ടോ. അത് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പലിശയാവും. പക്ഷെ അതേ സമയത്ത് കൊടുക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒന്ന് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല, അത് സുന്നത്തുമാണ്. എന്നാൽ കടം കൊടുത്ത ആൾ അത് ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ അത് പ്രതീക്ഷിച്ചുകൊണ്ട് പണം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ കച്ചവടവുമായി ബന്ധപ്പെട്ട പലിശ പറയുന്നുണ്ട്. ഒരു ഇനത്തിൽപ്പെട്ട സാധനത്തിന് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൈമാറുമ്പോൾ വസൂലാക്കപ്പെടുന്ന അധിക ആദായമാണ് എന്ത്, ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട പലിശ. അതായത് അബൂ സഈദ് ഖുദരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർണത്തിന് പകരം സ്വർണവും വെള്ളിക്ക് പകരം വെള്ളിയും ഗോതമ്പിന് പകരം ഗോതമ്പ്, ബാർലിക്ക് പകരം ബാർലി, കാരക്കയ്ക്ക് പകരം കാരക്ക, ഉപ്പിന് പകരം ഉപ്പ്, അങ്ങനെ തത്തുല്യമായി തമ്മിൽ വിനിമയം ചെയ്യുക അല്ലെ. പിന്നെ രൊക്കം സാധന ഇടപാട് സ്ഥലത്ത് വെച്ച് തന്നെ നൽകുക. അതിൽ കൂടുതൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ പലിശയാണ് ചോദിക്കുന്നത്. പിന്നെ അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ കുറ്റവാളികളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ സ്വർണത്തിന് പകരം സ്വർണം തന്നെ, പിന്നെ ബാർലിക്ക് പകരം പാൽ, അങ്ങനെ കൊടുക്കണം. അതിന് അധികമായിട്ട് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് പലിശയായിട്ടാണ് പറയുന്നത്. അതുപോലെ അപ്പൊ നമുക്ക്
ഇതിനൊക്കെ ചെയ്യാൻ പറ്റിയ പരിഹാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ നമ്മുടെ പണം എന്തായാലും ബാങ്കിലുണ്ട് അല്ലെ, ബാങ്കിൽ ഇൻട്രസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം, നമ്മൾക്കത് പൊതു ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കാം. ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വല്ല റോഡ് പണി, പബ്ലിക് ആയിട്ടുള്ള അല്ലെ, പിന്നെ കിണർ, അതിന് കിണർ കുഴിക്കാന്, പിന്നെ അതുപോലെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുക. അതേപോലെ ലോൺ എടുത്ത ആളുകൾക്ക് ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇതൊന്നും അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ലാഭം നമുക്ക് കിട്ടാനില്ല അല്ലെ. പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ ഒഴിവാക്കാം. പിന്നെ അതുപോലെ അതുപോലെ ഈ പലിശ വാങ്ങുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഉണ്ട് അല്ലെ, അത് ഗൗരവമായിട്ടുള്ള വളരെ വലിയ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. സമുറ ബിൻ ജുന്ദബിൽ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രാത്രിയിൽ രണ്ടുപേർ എന്റെ അടുക്കൽ വരുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അവർ രണ്ടുപേരും എന്നെ വിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ രക്തം ഒഴുകുന്ന ഒരു പുഴയുടെ അടുക്കലെത്തി. അതിൽ ഒരാൾ നിൽക്കുന്നു. അയാളുടെ കയ്യിൽ അതിന്റെ കരയിൽ മറ്റൊരാൾ കയ്യിൽ ഒരു കല്ലുമായി നിൽക്കുന്നു. പുഴയിലുള്ള വ്യക്തി അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അയാളുടെ വായിലേക്ക് കരയിലുള്ള വ്യക്തി കല്ലെറിയുന്നു. ഏറിന്റെ കാഠിന്യം കാരണത്താൽ അയാൾ നേരത്തെ നിന്ന സ്ഥലത്ത് തന്നെ എത്തിപ്പെടുന്നു. അയാൾ പുറത്തു വരുമ്പോഴെല്ലാം മറ്റേയാൾ കല്ലെറിയുന്നു. അങ്ങനെ മടങ്ങുകയും ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, ആരാണ് ഇയാൾ? അപ്പോൾ ഒരാൾ പറഞ്ഞു, പുഴയിൽ താങ്കൾ കണ്ട ആള് പിന്നെ പലിശ തിന്നുന്ന ആളാണ്. അപ്പം എന്തല്ലേ, പലരും പുഴയിൽ നിന്ന് കടക്കുമ്പോഴെല്ലാം എന്താ, പുഴയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആള് വലിയൊരു പാറക്കല്ലായിട്ട് നിൽക്കുന്നുണ്ടാവും. അയാൾ പുഴയിൽ നിന്ന് കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ആ ഒരു പാറക്കല്ല് ആ ഒരു മനുഷ്യനെ നേർക്ക് എറിയാണ് ചെയ്യുന്നത് അല്ലെ. ഒരിക്കലും അയാൾക്ക് പുറത്തു കടക്കാൻ പറ്റൂല. അതുപോലെ അന്ത്യനാളിൽ മനുഷ്യരെല്ലാം കബറുകളിൽ നിന്ന് പുനർജീവിച്ച് പരലോകത്ത് ഒരുമിച്ച് കൂടപ്പെടുന്ന അവസരത്തിൽ പലിശ തിന്നുന്നവർ അവിടെ നിന്ദ്യനായിക്കൊണ്ടാണ് കടന്നു വരുന്നത്. പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം പറഞ്ഞു വീഴുന്നവൻ അല്ലെ, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് അവർ അന്ത്യനാളിലും ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവരങ്ങനെയാണ് വരിക എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് പലിശയായിട്ട് അല്ലെ. അത് പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. പല രീതിയിൽ വളരെ നമുക്ക് പോലും അറിയാത്ത രീതിയിൽ, ഇത് പലിശയെന്ന് അറിയാത്ത പോലെ രീതിയിൽ പോലും നമ്മുടെ അടുക്കലേക്ക് അത് വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പം സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്താ, അതിൽ നിന്ന് മാക്സിമം ഒഴിവായിട്ട് നിൽക്കുക. ഈ ഇൻട്രസ്റ്റ് അപ്പോഴപ്പോലും എന്താ, അത് ഒഴിവാക്കി കളയാ അല്ലെ. നമുക്ക് പിന്നെ ബാങ്കിലൊക്കെ പണം ഇടേണ്ടി വരും. ആവശ്യം എന്തായാലും അങ്ങനെ ഇടേണ്ട സാഹചര്യം ഇല്ലാതെ ഇല്ല അല്ലെ. ഇസ്ലാമിക് ബാങ്കിങ് ഒന്നും അല്ല ഇപ്പൊ നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു കൃത്യമായ സമയത്ത് തന്നെ അതങ്ങ് ഒഴിവാക്കി കളയുക അല്ലെ. പിന്നെ അതിന്റെ നമുക്ക് സംശയം തോന്നുകയാണ്, ഇതിൽ പലിശ ഉണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് എന്താ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ വിട്ടു നിൽക്കുകയും വേണം. അപ്പം ഈ ഒരു ആയത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അതുപോലെ നമ്മുടെ മക്കൾ അല്ലെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കൺകുളിർമയാകേണ്ട മക്കള് നമ്മള് പലരും ഇപ്പൊ മാതാപിതാക്കൾക്ക് എന്താ, മാതാപിതാക്കളെ കൊല്ലുന്നു. അതേപോലെ അവര് പലരും കഞ്ചാവിനും ലഹരിക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പലരെയും നമ്മുടെ മക്കളെ പലരും ഉപദ്രവിക്കുന്നു, പലരാൽ അവർ കൊല്ലപ്പെടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തായാലും ഈ റമദാനിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തന്നെ ദുആ ചെയ്യണം അല്ലെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. മനസ്സിലായെന്ന് കരുതുന്നു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബറക്കല്ലാഹു മാഷാ അല്ലാഹ്. ഒരുപാട് ആയത്തുകൾ പറഞ്ഞു ഇത് കണക്ട് ചെയ്തിട്ട് മാഷാ അല്ലാഹ്. ഈ ഒരു തിന്മയിൽ നിന്ന് എല്ലാവർക്കും അല്ലാഹു തആല മോചനം കൊടുക്കട്ടെ. ഇതുമായി സത്യത്തില് ഞാന് ഗ്രൂപ്പില് കുറച്ചു ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലേ, പലിശന്റെ പൈസ. അത് ഒരു സഹോദരി ഭയങ്കര പ്രയാസപ്പെടുന്നിട്ട് അവരെന്നോട് പറഞ്ഞിട്ട്, എനിക്കത് ചോദിക്കുന്ന ഇഷ്ടമില്ല സത്യം പറഞ്ഞാല്, പലിശന്റെ പൈസ ചോദിക്കുന്നത്. എന്നിട്ട് ഞാന് ഗ്രൂപ്പിൽ ഇട്ടല്ലോ, ആരെങ്കിലും പലിശന്റെ പൈസ ഉണ്ടെങ്കിൽ ഏൽപ്പിക്കണം, നമ്മൾ കൊടുത്തോളാം. എന്നിട്ട് അതിനുശേഷം എനിക്ക് ഒരു 2 ആൾക്കാർ മാത്രം
ഈ പലിശ സംബന്ധമായ പൈസ അയച്ചു തന്നു. എന്നിട്ട് അത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അല്ലാതെ പിന്നെ എനിക്ക് വന്ന മെസ്സേജുകൾ, ആ മെസ്സേജ് കണ്ടിട്ട് ഞങ്ങളും കുറെ പലിശയും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമുക്ക് തരണേന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാരാണെന്നറിയാം എന്നോട് മെസ്സേജ് അയച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിക്കാന് ഇത്രയും ആൾക്കാര് അത് എനിക്ക് മെസ്സേജ് അയച്ചത് അതല്ലാതെയും ഉണ്ടാവില്ല. നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകൾ ഇങ്ങനെ പലിശയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ, എല്ലാവരും ആവശ്യക്കാരായിട്ടാ വന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോ പിന്നെ ഒരു കാര്യം അത്രയും പറഞ്ഞില്ലേ, പൈസ